സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വേദി നിർണയത്തിൽ അപാകതകളേറെ. പ്രധാന വേദി സെക്രട്ടേറിയറ്റ് സമയത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത് ഗതാഗതക്കുരുക്കിന് കാരണമാകുമെന്ന് വിലയിരുത്തൽ. വിവിധ വേദികളിൽ നിന്ന് സമയത്ത് വിദ്യാർത്ഥികൾക്ക് വേദികളിലേക്ക് മാറിയെത്താൻ കഴിയില്ലെന്നും ആശങ്കയുണ്ടായിരുന്നു. വിവരങ്ങളുമായി ശാലിനി ചെയ്തുകൊണ്ട്. ശാലിനി, തലസ്ഥാനമേറെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഏറെ കാത്തിരിക്കുകയാണ് കൗമാരകലയുടെ നാളുകൾക്ക്. അപ്പോൾ ആശയക്കുഴപ്പം അതെപ്പോഴും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്. വേദിക നിർണയത്തിൽ പോലും ഇങ്ങനെ ആശയക്കുഴപ്പമാണെങ്കിൽ ഈ കലോത്സവ നടത്തിപ്പിലേക്ക് എത്തുമ്പോൾ എന്തായിത്തീരുമെന്ന വലിയ ഒരു ആശങ്ക കൂടി നിൽക്കുന്നുണ്ടല്ലോ. ശാലി, കേൾക്കാമെങ്കിൽ കലോത്സവത്തെ സ്വീകരിക്കാൻ ഒരുങ്ങി തലസ്ഥാനവും കലാപ്രേമികളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കൗമാരകലയുടെ ആ ഉത്സവമൊക്കെ കാണാം. എന്നാൽ വേദി നിർണയത്തിൽ പോലും ആശങ്കയാണെങ്കിൽ ഇതെങ്ങനെ മനോഹരമായി നടപ്പിലാക്കുമെന്ന ഒരു ആശങ്കയുണ്ടല്ലോ ശാലിനി. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൗമാരകലയുടെ കലോത്സവം തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 4-ാം തീയതി തിരുവനന്തപുരത്താണ് ഈ കലോത്സവം ആരംഭിക്കാൻ പോകുന്നത്. 24 വേദികളിലായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കാനിരിക്കുന്നത്. വലിയ ആഘോഷത്തോടു കൂടി നടക്കേണ്ട ഒരു പരിപാടിയാണ്. അതിൽ 10 വർഷങ്ങൾക്ക് മുൻപ് 2014 തിരുവനന്തപുരം സംസ്ഥാന കലോത്സവത്തിന് വേദിയാകുമ്പോൾ അന്ന് പുത്തരിക്കണ്ടം മൈതാനം, ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള സിറ്റിയിലെ ഏറ്റവും സെന്റർ ഭാഗമായ പുത്തരിക്കണ്ടം മൈതാനമായിരുന്നു അന്ന് പ്രധാന വേദിയായി ഉണ്ടായിരുന്നത്. 1-ാം വേദി അതായിരുന്നു. പ്രധാനപ്പെട്ട ഗ്ലാമർ മത്സരങ്ങളെല്ലാം നടക്കുന്നതും അതേ വേദിയിലാണ്. മാധ്യമങ്ങളുടെ സ്റ്റോളുകൾ പ്രവർത്തിക്കുന്നതും ഒപ്പം തന്നെ മറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഏകദേശം 10,000-ഓളം വരുന്ന അതിഥികളെയും കാണികളെയും പ്രതീക്ഷിക്കുന്നതും ആ വേദിയിലാണ്. സ്വാഭാവികമായും വിശാലമായൊരു വേദി തയ്യാറാക്കേണ്ട സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും പക്ഷേ ഇത്തവണത്തെ കലോത്സവത്തിന് കണ്ടെത്തിയിട്ടുള്ള പ്രധാന വേദി എന്നുള്ളത് സെക്രട്ടേറിയറ്റിന് സമീപത്തെ സെൻട്രൽ സ്റ്റേഡിയമാണ്. ഭാരതപ്പുഴ എന്ന പേരിലാണ് ഈ വേദി അറിയപ്പെടുന്നത്. 24 പുഴകളുടെ പേരിലാണ് 24 വേദികൾ ഇത്തവണ അറിയപ്പെടുന്നതിൽ 1-ാം വേദിയായ ഭാരതപ്പുഴ സെക്രട്ടേറിയറ്റിലെ ഈ സെൻട്രൽ സ്റ്റേഡിയമാണ്. നമുക്കറിയാം പ്രവൃത്തി ദിവസങ്ങളാണ് 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ നടക്കുന്ന പരിപാടികൾ. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന 1-ാം വേദി. ആ വേദിയിൽ ഗതാഗത കുരുക്കടക്കം വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. 1-ാം വേദി അവിടെ നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു. പക്ഷേ സർക്കാർ അത്തരത്തിലൊരു അംഗീകാരം നൽകാതെ പുത്തരിക്കണ്ടത്തേക്ക് ഭക്ഷണ സൗകര്യത്തിനൊക്കെയുള്ള മറ്റൊരു വേദിയാക്കിക്കൊണ്ട് 1-ാം വേദി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ ഗതാഗത കുരുക്ക് തലസ്ഥാനത്തുണ്ട്. സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, സർക്കാർ സ്ഥാപനമാണ്. നിരവധി ആളുകൾ പ്രതിദിനം അവിടെ ആവശ്യങ്ങൾക്ക് എത്തും. അവരുടെ ഗതാഗതത്തെയും ഒപ്പം തന്നെ എത്തുന്ന കുട്ടികളുടെ ഗതാഗത സൗകര്യത്തെയും ഒക്കെ കാര്യമായി ഈ ഒരു വേദി നിർണയം ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. 1-ാം വേദിയിൽ നിന്നും മറ്റ് വേദികളിലേക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ ഈ ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ, ഇങ്ങനെ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റത്തിന് സാധ്യതയുണ്ടോ ഇക്കാര്യത്തിൽ? ഇനിയിപ്പോൾ സമയക്കുറവുണ്ട് എന്നാൽ പോലും. ഉമേഷ്, നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല, വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. 24 വേദികളും നിർണ്ണയിച്ചു കഴിഞ്ഞു. 1-ാം വേദി, അതായത് 4-ാം തീയതി ജനുവരി 4-ാം തീയതി 1-ാം ദിവസമായ 4-ാം തീയതി ആദ്യ ഉദ്ഘാടന ചടങ്ങ് നടക്കേണ്ടതും ഇതേ വേദിയിലാണ്, സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. 8-ാം തീയതി ഇതിന്റെ സമാപന സമ്മേളനം നടക്കേണ്ടതും ഇതേ വേദിയിലാണ്. വിവിധ കലാരൂപങ്ങൾ, സിനിമാ താരങ്ങൾ അടക്കമുള്ളവർ എത്തുന്ന പ്രധാന വേദിയിൽ ഗതാഗത കുരുക്ക് കാര്യമായി തന്നെ കലോത്സവത്തെ ബാധിക്കുമെന്നുള്ള ആശങ്കയുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ ഒപ്പം തന്നെ അധ്യാപക സംഘടനകൾ അടക്കമുള്ളവർ വകുപ്പിനെ ഇത് അറിയിച്ചിട്ടുമുണ്ട്. പക്ഷെ കാര്യമായ മാറ്റം ഈ അവസാന ഘട്ടത്തിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നാളെ മുതൽ തന്നെ ഈ വേദികൾ തയ്യാറാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോഴെങ്കിലും ഇതിലൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും മറ്റ് ജില്ലകളിൽ നിന്നടക്കം വരുന്ന രക്ഷകർത്താക്കളും വിദ്യാർത്ഥികൾക്കും ഈ ഒരു വേദി നിർണയം ഇത്തവണ വലിയ രീതിയിലുള്ള കൊഴിക്കലുകൾക്ക് ഇടയുണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല. സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെയും ഒരുപക്ഷെ ഇത് കാര്യമായി ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. തൊട്ട് സമീപത്താണ് നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രസ് ക്ലബ്ബ് അടക്കമുണ്ട്. ഈ പ്രസ് ക്ലബ്ബിലടക്കം ചില പരിപാടികൾ നടക്കുമ്പോൾ, ചെറിയ പരിപാടികളാണ് എങ്കിൽ പോലും ഗതാഗത കുരുക്കുണ്ടാകുന്ന ഒരു റോഡിലാണ് ഇത്തരത്തിലൊരു പ്രധാന വേദി ഉള്ളത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്ക വിദ്യാർത്ഥികൾക്കിടയിലുമുണ്ട്. ഒരുപക്ഷെ സമയത്തിന്റെ കൃത്യസമയത്ത് വേദികളിലേക്ക് എത്താനും ഒപ്പം തന്നെ പരിപാടി അവതരിപ്പിച്ച് മടങ്ങാനും ഒക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സ്റ്റേജ് 1-ാം വേദിയായി മാറുമ്പോൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല ഉമേഷ്.